ജോർദാനെതിരായുള്ള പോരാട്ടത്തിൽ വലിയ മാറ്റവും വരുത്തിയാണ് സ്കലോണി ടീമിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത്. ആരാധകരെ അതിശയിപ്പിക്കുന്ന മാറ്റമായിരുന്നു സ്കലോണി വരുത്തിയത്. പ്രതിരോധ നിരയുടെ ചുമതലയേൽപ്പിച്ചത് നിക്കോളാസ് ഒട്ടമെൻഡിക്കായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സെൻസിയും ടാഗ്ലിയാഫിക്കോയും പിന്നെ യുവതാരം ഗുലിയാനോ സിമിയോണുമായിരുന്നു പ്രതിരോധത്തിൽ. മധ്യനിരയിൽ ജിവാനി ലോ സെൽസോ, എക്സിക്കൽ പലാസിയോസ്, ലിയാൻഡ്രോ പെരഡസ് എന്നിവരെ സ്കലോണി സ്ഥാനമേൽപ്പിച്ചു. ഒപ്പോൾ ലിയോ മെസ്സിയുടെ പകരക്കാരനായിക്കൊണ്ട് മധ്യനിര കൺട്രോൾ ചെയ്യാൻ വേണ്ടി മെസ്സിയുടെ പൊസിഷനിലേക്ക് തന്നെ നിക്കോ പാസിനെയും സ്കലോണി വിന്യസിപ്പിച്ചു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ജിവാനി ലോ സെൽസോയുടെ മനോഹര ഫ്രീ കിക്ക് ഗോൾ, അധികം വൈകും മുമ്പ് ലൗത്തരോ മാർട്ടിനസിൻ്റെ പെനാൽറ്റി ഗോളും സർവാധിപത്യം പുലർത്തിയ ആദ്യ പകുതിയാണ് കണ്ടത്. എടുത്തു പറയേണ്ട പ്രകടനമാണ് 21 വയസ്സിൽ വേൾഡ് കപ്പിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിച്ച നിക്കോ പാസ് കാഴ്ചവെച്ചത്. ആദ്യം മെസ്സി സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സ്കലോണി പറഞ്ഞെങ്കിലും മെസ്സി ആദ്യ പകുതിയിൽ കളിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ മെസ്സിയുടെ പൊസിഷനിലേക്ക് സ്കലോണി കണ്ടുവെച്ചത് നിക്കോ പാസിനെയായിരുന്നു. വേൾഡ് കപ്പ് പോലുള്ള ഒരു വലിയ ടൂർണമെൻ്റാണ് കളിക്കുന്നത് എന്ന ചിന്താഗതി പോലുമില്ലാതെ അനായാസം സമ്മർദ്ദങ്ങളില്ലാതെ നിറഞ്ഞാടുന്ന നിക്കോ പാസിനെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടു. എതിർ ഗോൾ മുഖങ്ങളെയും എതിർ മധ്യനിരക്കാരെയും അനായാസം വലിച്ചു കീറുന്ന നിക്കോ പാസിനെ. ഇന്ന് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ അർജന്റീന മധ്യനിര നിയന്ത്രിച്ചപ്പോൾ ചുക്കാൻ പിടിച്ചത് നിക്കോ പാസ് ആയിരുന്നു. മനോഹരമായ ട്രിബിളിംഗ് കൊണ്ട് അദ്ദേഹം ആരാധകരുടെ മനസ്സിൽ കയറിപ്പറ്റി. ഇന്നത്തെ മത്സരത്തിൽ മനോഹര പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത്. 50 പാസുകൾ 95% ആക്യുറേറ്റോടെയാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. ആക്യുറേറ്റായ 2 ലോങ് ബോളുകൾ. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം 5 ട്രിപ്പിൾ അറ്റംപ്റ്റുകളാണ് നടത്തിയത്. അതിൽ 3 സക്സസ്ഫുൾ ആയിരുന്നു. മത്സരത്തിൻ്റെ ഗ്രൗണ്ട് വീൽസിൽ 9-ൽ 4 തവണയും അദ്ദേഹം വോൺ ചെയ്തു. ഏതായാലും സ്കലോണിയുടെ ആയുധപ്പുരയിൽ മൂർച്ചയുള്ള യുവ ആയുധ താരങ്ങളിൽ ഒരാളാണ് നിക്കോ പാസ്. വലിയ പ്രതീക്ഷയോടെയാണ് അർജന്റീനൻ ആരാധകർ അയാളുടെ കളിക്കു വേണ്ടി കാത്തിരുന്നത്. അതുപോലെ തന്നെ ആരാധകരെ നിരാശപ്പെടുത്താത്ത പ്രകടനം തന്നെയാണ് താരം പുറത്തെടുത്തതും. മനോഹരമായ ടച്ച് കൊണ്ട് ഇന്നത്തെ ആദ്യ പകുതിയിൽ തന്നെ അർജന്റീന ആരാധകരുടെ മനം കവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒടുവിൽ മത്സരത്തിൻ്റെ 60-ാം മിനിറ്റിൽ നിക്കോ പാസ് പിൻവാങ്ങുകയായിരുന്നു. പകരക്കാരനായി കളത്തിലെത്തിയത് ലിയോ മെസ്സിയും. മെസ്സി എത്തി 19 മിനിറ്റുകൾക്കകം മെസ്സി സ്കോർ ചെയ്യുകയും ചെയ്തു. ഏതായാലും നിക്കോ പാസിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഓരോ അർജന്റീന ആരാധകരും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.